അഷ്ടമസർഗഃ ഏകദാ രാമകൃഷ്ണന്മാരേകഭാവേന സാദരം വിദ്യാവാസവിധാനാർത്ഥം ഉദ്യോഗിച്ചാരനാകുലം സാന്ദീപനി മുനീംഗത്വാ വർണ്ണിച്ചാരവരജ്ഞസാ അഞ്ജസാ തൽപ്രസാദേന ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാര ശേഷം ശാസ്ത്രങ്ങളാണ് ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാര ശേഷമേ തരസാ സർവവിദ്യാനാം പരിജ്ഞാനമുപാഗതോ ഗുരുദക്ഷിണ ചെയ്വാനോ ഒരു ഘട്ടാനന്തരം പഞ്ചാനനം തത്ര പാഞ്ചജന്യം ധരിച്ചുടൻ ഗദ്വായമപുരം വേദായനന്ദനം ഗുരുദക്ഷിണയും ചെയ്തു ഗുരുപുത്രേണ സാദരം തദനുഗ്രഹവും ലബ്ധ്വാ ഗമിച്ചു മധുരാപുരം. ഒരു നാളത ഗോവിന്ദൻ കരുണാമൃതവാരിധി ഗോകുലായി നിയോഗിച്ചാനാകുലേതരമുദ്ധവും ഗോപിമാരുടെ സന്താപം പറഞ്ഞത് കളഞ്ഞുടൻ ഗോവിന്ദ സവിധം തന്നെ പ്രാപിച്ചാൻ പുനരുദ്ധവൻ. സൈരന്ധ്രിതം ഗൃഹം തന്നിൽ സ്വൈരഞ്ജന്നു ജനാർദ്ദനൻ മാരക്രീഡാ മഹാനന്ദമാരംഭിച്ചാൻ നിശാന്തരേ. പുത്രനെ ജനയാമി വൃത്താന്തമെന്നറിവതിനുടൻ അക്രൂരനെ നിയോഗിച്ചാനാ കാലം ദേവകീസുരൻ. ഭോജരാജവതൻ കേട്ടു കോപിച്ചു മാഗധേശ്വരൻ പോരിനായി പുറപ്പെട്ടു ജരാസന്ധൻ മഹാബലൻ. മധുരാപുരമാസാദ്യ വളഞ്ഞാൽ ബഹുസേനയാ മധുസൂദനം നേരം പോരിനായി സമായിരവും. രണ്ടു തേരു കൊടുത്തുട്ടാനണ്ടർകോനതി കൗതുകാലൊന്നിൽ കരേറിതാലങ്കന്നൻ എത്ര മധുസൂദനൻ. പിടിച്ചു കൊല്ലുവാനായി തുടങ്ങി രോഹിണീസുരൻ അച്യുതാനുനയം പിന്നെയും സംപ്രഹാരാർത്ഥം വന്നുമാഗതമന്നവൻ പിന്നെയും തോൽക്കുന്ന വണ്ണം കഴിഞ്ഞു വലഘട്ടവും. 90 അക്ഷൗഹിണീ പടജ്ജനം കൊന്നൊടുക്കിയതു ഗോവിന്ദൻ നന്നായിട്ടു മാഗതം. 18 ദുഷ്ടൻ വട്ടം കൂട്ടി വരും 3 കോടി കലത്തോടെ യവനെത്താനുമായവും. സൈന്യം വരും നേരം അച്യുതൻ നിജ വൈഭവാൽ സ്വേച്ഛയാ പശ്ചിമാബോധവും നിർപ്പിച്ചാൻ വാർത്താപുരം. വിശ്വകർമ്മ മഹാശില്പം കൽപ്പിതം മധുരാപുര വാസ്തവ്യ മഹാവൃന്ദങ്ങളൊക്കെ ദ്വാരകാ നഗരം തന്നിലാക്കിനാൻ മധുസൂദനൻ. താനൊരുത്തൻ പുറപ്പെട്ടു ചെന്നു യവന സന്നിധവും വേദി ഭാവിച്ചു ഗോവിന്ദനോടിനാനടവീതേ. കൊണ്ടൽവർണ്ണന്റെ പിന്നാലെ മണ്ടിനാനാശുബോധനം കളിച്ചു കുഹരൻ തന്നെ രുടിച്ചു മധുസൂദനൻ. യവനൻ ചിദ്രൂപമാലോക്യ സ്തുതിച്ചു മുജുകുന്ദനം. ലോകൈക ബീജഭൂതായ വൈകുണ്ഠായ നമോസ്തുതേ. ലോകൈക ബീജഭൂതായ വൈകുണ്ഠായ നമോസ്തുതേ. ഇച്ഛാപുത്രജാതൻ ഞാൻ ഭൂപാലൻ കമലാപതേ. രക്ഷാശിക്ഷാ ദുഃഖങ്ങൾ കെടുതല്ലെന്നുറച്ചു ഞാൻ. അത്ര വന്നു ശയിക്കുന്നേൻ എത്ര നാളുണ്ടഹം വിഭോ പുത്രമിത്ര
ശക്തി ഭവിക്കണം സങ്കടം മമ തീരുവാൻ നിങ്ങളൽക്കു വണങ്ങുന്നേ ശങ്കരാതി നിഷേവിതം ശാന്തമായി വരും മുജുകുന്ദനായി മുക്തിദാം ഭക്തിയേകിനാൻ മധുരാപുരി പുക്കാശു വധിച്ചു ബൗദ്ധ സൈന്യവും മാഗതൻ വന്നു യുദ്ധായ സന്നാഹം തുടരും വിധോ ജയമന്യമവന്നീകി ഭയം ബാധിച്ചു മാധവൻ ദ്വാരകാപുരമാഗമ്യ സ്വൈരം വാണു ജനാർദ്ദനൻ നന്ദാദിവ്യനന്ദവ്യം തന്ത്രമന്നു വാണിയദാസുരം ദേവതാത്മജയാകുന്ന രേവതിയും നാമകന്യകാം വിവാഹം ചെയ്തിതക്കാലം രോഹിണി നന്ദനൻ മുതാ രുക്മിണിയെന്നുള്ള പുത്രന്റെ ഗർഭന്തം കൊണ്ടുവന്നവൻ ശിശുപാലനായി ചേതിഭൂപന്നു കൽപ്പിച്ചു തന്നെയെന്നവൾ കേൾക്കയാൽ ഖേദിച്ചു മനസാ ബാല മധുസൂദനരാഗിനി വാസുദേവൻ വസിക്കുന്ന മന്ദിരി ചെന്നു പോരുവാൻ ഭൂസുരങ്കര സാക്കൂടം നിയോഗിച്ചിരു രുക്മിണി ആരണന്താൻ പുറപ്പെട്ടു ദ്വാരകാപുരി പുക്കുടൻ നാരായണായ സന്ദേശം പാലാതെ കണ്ടുണർത്തിനാൻ ശ്രീകൃഷ്ണ ജയ ഗോവിന്ദ മന്ദം ശൃണുമതീനിതം കൃഷ്ണരാജ സുരാബാല ചുരുവികിതു രുക്മിണി സോദരന്മാരും മാതാവും ബന്ധുവർഗവും എനിക്കിഷ്ടമാം വണ്ണം ആരംഭിക്കുന്നു സംഗതം ഓം ശ്രീകൃഷ്ണ അശുഭാത്മകനായുള്ള ശിശുപാലന് നൽകുവാൻ സാധനം കൂട്ടുന്നു സോദരാദികളൊക്കവേ ദുരഹങ്കാരിയാകുന്ന ധരണീപാലനെ സദാ ഭരണം ചെയ്തിയെ കാട്ടിൽ മരണം നല്ലു മാധവ്യ കരുണാകര നീ വന്നു ഹരണം ചെയ്ത മാധവേ പരിണാമ സുഖം കൊണ്ടു ഗുരുണാം സമ്മതം ഭവേ മുഹൂർത്ത സമയത്തിന്റെ മുൻപേ വന്നു ഹരിക്കനീ മഹാപുരുഷവന്റെ ഏകം രുക്മിണി തുഷിനാൾ അവൾ സംഗമ സൗഖ്യമേ ഭവിച്ചില്ലെങ്കിൽ ആശു ഞാൻ ഇന്നു ജീവൻ ത്യജിക്കുന്നതിനെന്നു രുക്മിണി ചൊല്ലിനാൾ മൽപ്രാണരക്ഷണം ചെയ്യുവാൻ അപ്രമേയ തുണയ്ക്കനീ ഇന്നു നിൻ പദമാധാരം എന്നു രുക്മിണി ചൊല്ലിനാൾ പ്രകാരം കഥിക്കുന്ന വിപ്രനോടരുളിന ക്ഷിപ്രം മുന്നിൽ നടന്നാലും അപ്രദേശം ലഭിക്കണം രമണീ ഗുണസന്താനം രമണീയം നിശമ്യ ഞാൻ അരുണായുധ സന്താപാൽ തടയുന്നു മതീസുരാൻ ഏവം പറഞ്ഞു ഗോവിന്ദന്റെ പ്രതീകാമുഖം വിനാശേരിലേറി പുറപ്പെട്ടു ചാരുവേഷമനോഹരൻ പുരസ്കൃത്വാ സുപ്രസന്നമുഖാംബുജൻ അണ്ഡദേശധ്വജൻ ദേവൻ പുണ്ഡിനം പുരമാപ്തവാൻ മഹീസുരനുടൻ ചെന്നു മഹീപതി കുമാരികാം വിശ്വനാഥ മകൻ കീർപ്പിച്ചാശ്വസിപ്പിച്ചു തൽക്ഷണം പുരത്തിലാഗതന് നാരാം ബലഭദ്രനും അന്നേരം പുരത്തിലാഗതന്മാരും ഞാൻ മറ്റേതല്ലേ ബലഭദ്രനും അന്നേരം ബലപൗരുഷഭൂമവാൻ വിധിത്വാ കൃഷ്ണഗമനം വിദർഭപുരമാഗമനം അതല്ല നല്ല വായിച്ചത് ശരി ഇനി വായിക്കൂ വിദഗ്ധിലാണ് നല്ല 62 പുരത്തിലാഗതന്മാരും പുരാണ പുരുഷാഭുഭൗ പൂജിച്ചു മൺപീതാങ്കെ വസിപ്പിച്ചു ഭീഷ്മനം നിനക്കത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു ദുർഗായെ വിളങ്ങുന്ന ദുർഗാദേവി വണങ്ങുവാൻ രുക്മിണി
സമൂഹത്തിൽ മേളിച്ചു നൃപകന്യക കാളി പ്രണാമവും ചെയ്തു നാളികാക്ഷി വരും വിധവും. എങ്ങു പോകുന്നു നീ ഇപ്പോൾ അങ്കനാമൗലിരത്നമേ, വന്നമേവം പറഞ്ഞങ്ങു ചെന്നു നന്ദകുമാരകൻ. കൽപ്പാണി പല്ലവം മെല്ലെ പിടിച്ചു മധുസൂദനൻ, തേരിലേറ്റി പുറപ്പെട്ടു ധീരൻ ഗംഭീര പൗരുഷൻ. ആരുടാ കന്യകാരത്നം ചോരണം ചെയ്തു കൈതവാൾ, തേരിലേറ്റുന്നതെന്നിത്തം നേരിട്ടു ബ്രഹ്മമണ്ഡലം. യുദ്ധം ഘോഷിച്ചടുത്തിടം പൃഥ്വിരാം രാജമണ്ഡലം യുദ്ധം ചെയ്തവർ രുക്മമാം ഗർഗമുദ്യമ്യ രുക്മി വന്നണയും വിധൗ രുക്മിണീ വല്ലഭൻ ചെന്നു കൊല്ലുവാനായി തുടങ്ങിനാൻ. ശാലനീ കൊല ചെയ്യല്ല, ബാലശൗരി ക്ഷമിക്ക നീ, വിരൂപനാക്കി വിട്ടാലും വിരവോടിവനെ ഭവാൻ. എന്നുള്ള ബലഭദ്രന്റെ ഇതെല്ലാം കുറച്ചെല്ലാം തെറ്റാണ്. ഭാഗവതത്തിൽ ബലഭദ്രൻ വിരൂപനാക്കിയ ചീത്ത പറയായിരുന്നു. കാമബാലാദി സഹിതൻ കാമിന്യാ സഹ കേശവൻ, അങ്ങനെ ചെയ്തത് തെറ്റാണ്. ബാലനഗരം പ്രാപ്യ സ്വൈരം വാണു യഥാസുഖം. തോഴിമാരുടെ ഉജ്വലാക്ഷ്യ സമം വേദൻ തത്വമേന കൽപ്പാണി പല്ലവം മെല്ലെ പിടിച്ചു പത്മലോചനൻ. ലജ്ജ കൊണ്ടും കാമ്പോജം തരസാ താഴ്ത്തി രുക്മിണി, ചാരുകൂടകടാക്ഷം കൊണ്ടാശ്രയിച്ചു ജനാർദ്ദനം. തോഴിമാരുടെ നിർബന്ധാൽ ഭ്രാന്തലജ്ജാതിമേദിനി, കാന്താനുസരണം കൊണ്ടും കാമിനീവശമാകത. ഗമിച്ചു ലജ്ജാ വൈഷമ്യം ശമിച്ചു ഹൃദിശങ്കയും, രമിച്ചു രമണോപാന്തേ രമണീയാംഗി രുക്മിണി. മണിഗൃഹമണിമുറ്റം ഉപവാടി തടാകം, മണമിളകിന കേളി ചന്ദനാരാമവാടം. വിധിമനോജ്ഞ സ്ഥാനമാനന്ദമന്ദം, വലിമുഖിയെ നടത്തി കാട്ടിനാൻ കച്ചനാഥൻ. കളിച്ചും കാന്താരെ കനകരകുഞ്ചങ്ങളിലൊഴിച്ചും പര്യങ്കെ പരിചൊടു ചെയ്യിച്ചും ലീലയാ. രമിച്ചു ഗോവിന്ദൻ കമലശരവിലാസുതുകി, രമിച്ചു സാനന്ദം കിമപി സമയം മോഹനമയം. ഓം തത്സത്. ഇതി ശ്രീ കൃഷ്ണചരിതമണിപ്രവാണം അഷ്ടമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഓം